നമസ്കാരം. നാളെ ഇക്കണോമിക്സ് പരീക്ഷയാണ് അല്ലേ? ആദ്യത്തെ ചാപ്റ്റർ ഇതുവരെ നോക്കാൻ പറ്റിയില്ല എന്നൊരു ടെൻഷനുണ്ടോ? പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അടുത്തൊരു 15-18 മിനിറ്റിനുള്ളിൽ സ്വാതന്ത്ര്യലബ്ധതയുടെ തലേന്ന് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എന്ന ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. അതെ, നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. 1947-ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു? എന്തുകൊണ്ടാണത് അങ്ങനെയായത്? അതെ, പിന്നെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത്, ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? നമ്മൾ ശരിക്കും ഒരു സ്വർണഭൂമിയായിരുന്നോ? ആ പ്രയോഗത്തിൽ കുറച്ച് അതിശയോക്തിയുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ശക്തവും സ്വതന്ത്രവുമായ ഒരു സമ്പദ്വ്യവസ്ഥയുണ്ടായിരുന്നു. കൃഷിയായിരുന്നു ഭൂരിഭാഗം ജനങ്ങളുടെയും ആശ്രയം. രാജ്യം അതിൽ സ്വയം പര്യാപ്തവുമായിരുന്നു. പക്ഷേ ഇന്ത്യയെ ലോകപ്രശസ്തമാക്കിയത് നമ്മുടെ കരകൗശല വ്യവസായങ്ങളാണ്. ഓഹോ, കരകൗശല വ്യവസായങ്ങളോ? അതെ, ലോകോത്തര നിലവാരമുള്ള കോട്ടൺ, സിൽക്ക് തുണിത്തരങ്ങൾ, പിന്നെ ലോഹങ്ങൾ, വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇതിലൊക്കെ നമ്മൾ മുൻപന്തിയിലായിരുന്നു. എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ആ പ്രശസ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ബംഗാളിലെ കോട്ടൺ തുണിത്തരങ്ങളെക്കുറിച്ച്. അതിൽ ഏറ്റവും ഫേമസ് ആയിരുന്നു ഢാക്ക മസ്ലിൻ. കേട്ടിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള രാജകുടുംബങ്ങൾ വരെ ഇതിന്റെ ആവശ്യക്കാരായിരുന്നു. അതിലെ ഏറ്റവും മികച്ച ഇനമായ മൽമൽ നെക്കുറിച്ച് ചിലർ മൽമൽ ഷാഹി എന്നുവരെ വിളിച്ചിരുന്നു. ഷാഹി, റോയൽ എന്നർത്ഥത്തിലാണോ? അതെ, അത് തന്നെ. കാരണം അതത്രയും വിശിഷ്ടമായ തുണിയായിരുന്നു. ഒരു സാരി മുഴുവൻ ഒരു വിരലിലെ മോതിരത്തിലൂടെ വലിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൊള്ളാം. അതൊരു തുണിയായിരുന്നില്ല, ഒരു കലാസൃഷ്ടിയായിരുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ടായിരുന്ന നാടിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ എന്ത് സംഭവിച്ചു? അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഇതാണ് ഈ ചാപ്റ്ററിന്റെ കാതൽ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ ഒരേയൊരു ലക്ഷ്യം ഇന്ത്യയുടെ വികസനമായിരുന്നില്ല. പിന്നെ അത് അവരുടെ സ്വന്തം രാജ്യമായ ബ്രിട്ടന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യയെ അവർക്കു വേണ്ടിയുള്ള ഒരു വലിയ സൂപ്പർമാർക്കറ്റായും ആ സൂപ്പർമാർക്കറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ കൃഷിസ്ഥലമായും മാറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, അതായത് ഇന്ത്യയെ അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ തരുന്ന ഒരു സപ്ലയറാക്കി. അതെ, എന്നിട്ട് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റും. ഇന്ത്യ ബ്രിട്ടന്റെ ഒരു സാമ്പത്തിക ഉപഗ്രഹം മാത്രമായി മാറി. അപ്പോൾ നമുക്ക് കൃഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അക്കാലത്ത് ഏകദേശം 85% ജനങ്ങളും ഗ്രാമങ്ങളിലാണ്. കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നിട്ടും കാർഷിക മേഖല മുരടിച്ചുപോയി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത്? അതിന് ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകളാണ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ജമീന്ദാരി സമ്പ്രദായം. ജമീന്ദാരി സിസ്റ്റം. അതെ, അന്നത്തെ ബംഗാൾ പ്രസിഡൻസിയിൽ നടപ്പിലാക്കിയ ഈ സമ്പ്രദായം അനുസരിച്ച് കൃഷിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം കർഷകരിൽ നിന്ന് ജമീന്ദാർമാർക്ക് കിട്ടി. കർഷകർ വെറും പാട്ടക്കാരായി മാറി. അതെ. ഒരു മിനിറ്റ്, അതത്ര ലോജിക്കലായി തോന്നുന്നില്ലല്ലോ. ജമീന്ദാർമാർക്ക് ഭൂമിയിൽ നിന്ന് കൂടുതൽ വരുമാനം വേണമെങ്കിൽ കൃഷി മെച്ചപ്പെടുത്താൻ പണം മുടക്കണ്ടേ? ദീർഘകാലാടിസ്ഥാനത്തിൽ അതല്ലേ അവർക്കും ലാഭം? വളരെ നല്ല ചോദ്യം. അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സെമീന്ദാർമാരുടെ ഉത്തരവാദിത്തം കൃഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള നികുതി കൃത്യമായി പിരിച്ചെടുക്കുക, അതുമാത്രം. കർഷകരിൽ നിന്ന് എത്ര വേണമെങ്കിലും പിരിക്കാം, പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഒരു നിശ്ചിത തുക കൊടുത്താൽ മതി. മനസ്സിലായി. അപ്പോൾ ലാഭം കൂട്ടാനുള്ള എളുപ്പവഴി കർഷകരെ കൂടുതൽ പിഴിയുക എന്നതായിരുന്നു. അത് തന്നെ, അല്ലാതെ കൃഷിയിൽ നിക്ഷേപിക്കുകയല്ല. അതോടൊപ്പം സാങ്കേതിക വിദ്യയുടെ അഭാവം, ജലസേചന സൗകര്യങ്ങളുടെ കുറവ്, വളം ഉപയോഗമില്ലായ്മ, ഇതെല്ലാം കൂടിയപ്പോൾ കാർഷിക മേഖല മൊത്തത്തിൽ മുരടിച്ചു. ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ, പരുത്തി പോലുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി എന്നും കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്. അതിനെയാണ് കാർഷിക വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതെ, അതും ബ്രിട്ടീഷ് വ്യവസായങ്ങളെ സഹായിക്കാനായിരുന്നു.
കർഷകർക്ക് അരിയും ഗോതമ്പും കൃഷി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വില ഓഫർ ചെയ്യും. പക്ഷെ ആത്യന്തികമായി ഈ പരുത്തിയും ഇൻഡിഗോയും പോകുന്നതെങ്ങോട്ടാ? ബ്രിട്ടനിലെ ഫാക്ടറികളിലേക്ക്. ഇത് കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലേ? ഇല്ല, ഒട്ടും മെച്ചപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് ഭക്ഷ്യവിളകളുടെ ലഭ്യത കുറയ്ക്കുകയും അത് പലപ്പോഴും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ കർഷകർ ബ്രിട്ടനിലെ ഫാക്ടറികൾക്ക് വേണ്ടി പരുത്തി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഈ പരുത്തിക്ക് എന്ത് സംഭവിച്ചു? ഇത് നമ്മുടെ സ്വന്തം വ്യാവസായിക മേഖലയെ എങ്ങനെയാണ് ബാധിച്ചത്? വളരെ കൃത്യമായ ഒരു കണക്ഷൻ. കാർഷിക മേഖലയിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോകപ്രസിദ്ധമായ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങളെക്കുറിച്ച്. അതിനെ ബ്രിട്ടീഷുകാർ ആസൂത്രിതമായി തകർത്തു. ഈ പ്രക്രിയയാണ് അവ്യാവസായികവൽക്കരണം എന്നു പറയുന്നത്. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ വ്യവസായങ്ങൾ വളർന്നില്ല എന്നാണോ അതോ ഉണ്ടായിരുന്നവയെ നശിപ്പിച്ചു എന്നാണോ അർത്ഥമാക്കുന്നത്? രണ്ടാമത്തേതാണ് ശരി. ഉണ്ടായിരുന്നവരെ നശിപ്പിച്ചു. അതൊരു രണ്ടു വശത്തുനിന്നുള്ള ആക്രമണം പോലെയായിരുന്നു. ഓക്കേ. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. രണ്ട്, ബ്രിട്ടനിലെ ഫാക്ടറികളിൽ മെഷീൻ ഉപയോഗിച്ച് വൻതോതിലുണ്ടാക്കിയ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റു. അപ്പോ നമ്മുടെ നെയ്ത്തുകാരന്റെ അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. അയാൾക്ക് തുണി നെയ്യാൻ പരുത്തി കിട്ടുന്നില്ല. ഇനി അഥവാ നെയ്ത്താൽ തന്നെ ബ്രിട്ടനിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ തുണിയോട് മത്സരിക്കാനും പറ്റുന്നില്ല. ഫലം, ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതെ, ഇന്ത്യ ഒരു നിർമ്മാതാവിൽ നിന്ന് ഒരു ഉപഭോക്താവായി മാറി. ഇന്ത്യയുടെ സ്വന്തം വ്യവസായങ്ങൾ ഇങ്ങനെ തകരുമ്പോൾ അതിനു പകരമായി ബ്രിട്ടീഷുകാർ ആധുനിക ഫാക്ടറികൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു. വളരെ കുറഞ്ഞ തോതിൽ മാത്രം. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയോടെ കോട്ടൺ, ജൂട്ട് മില്ലുകൾ വന്നു. പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1907-ൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് ടിസ്കോ, സ്ഥാപിക്കപ്പെട്ടത് ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടനാപരമായ പ്രശ്നമുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എന്താണ് ഈ ഘടനാപരമായ പ്രശ്നം? കുറച്ചുകൂടി ലളിതമായി പറയാമോ? തീർച്ചയായും. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു ഷർട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി ഒരു സാധാരണ വ്യവസായമാണ്. ഓക്കെ. എന്നാൽ ആ ഫാക്ടറിക്ക് വേണ്ട തയ്യൽ മെഷീനുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടല്ലോ, അതാണ് മൂലധന വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായം, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. ഓ, മറ്റ് മെഷീനുകൾ നിർമ്മിക്കാനുള്ള മെഷീനുകൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ. അതെ, അത്തരം വ്യവസായങ്ങൾ ഒരു രാജ്യത്തിന്റെ വ്യാവസായിക നട്ടെല്ലാണ്. ആ നട്ടെല്ല് ഇന്ത്യക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കെപ്പോഴും മെഷീനുകൾക്കും ടെക്നോളജിയുമായി ബ്രിട്ടനെ ആശ്രയിക്കേണ്ടി വന്നു. അത് നമ്മുടെ വളർച്ചയെ പരിമിതപ്പെടുത്തി, അല്ലേ? തീർച്ചയായും. കാർഷിക വ്യാവസായിക മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അവിടെയും കഥ വ്യത്യസ്തമായിരുന്നില്ല. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ബ്രിട്ടന് ഒരു കുത്തക നിയന്ത്രണം, ഒരു മൊണോപ്പൊളി കൺട്രോൾ ഉണ്ടായിരുന്നു. മൊണോപ്പൊളിയോ? അതെ. ഇന്ത്യയുടെ പകുതിയിലധികം വ്യാപാരവും ബ്രിട്ടനുമായിട്ടായിരുന്നു. ബാക്കിയുള്ളത് ചൈന, സിലോൺ, പേർഷ്യ തുടങ്ങിയ കുറച്ച് രാജ്യങ്ങളുമായി മാത്രം. പിന്നെ 1869-ൽ സൂയസ് കനാൽ തുറന്നതോടെ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര എളുപ്പമായി. അത് ചൂഷണം ഒന്നുകൂടി ശക്തമാക്കി. അതെ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യക്ക് വലിയൊരു കയറ്റുമതി മിച്ചം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? സാധാരണഗതിയിൽ അത്. പക്ഷേ കൊളോണിയൽ ഇന്ത്യയിൽ അതൊരു കെണിയായിരുന്നു. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ. സാധാരണ ഒരു ബിസിനസ്സിൽ ലാഭം കിട്ടിയാൽ അത് ആ ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ? അതെ. എന്നാൽ ഇവിടെ ഇന്ത്യ എന്ന ബിസിനസ് ഉണ്ടാക്കിയ ഭീമമായ ലാഭം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ബ്രിട്ടൻ എന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ സ്വന്തം കാര്യങ്ങൾക്കായി എടുത്തുകൊണ്ടുപോയി. അതെങ്ങനെയാണ് അവർ ചെയ്തത്? ഈ കയറ്റുമതി മിച്ചത്തിൽ നിന്നുള്ള വരുമാനം ഇന്ത്യയിലേക്ക് വന്നതേയില്ല. പകരം അത് 3 കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഒന്ന്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ചെലവുകൾക്ക്. അതായത് രാജ്യത്തിന്റെ വളർച്ചയുടെ എഞ്ചിൻ ഓടിക്കാൻ വേണ്ട ഇന്ധനം തന്നെ ഊറ്റിക്കൊണ്ടുപോകുന്നത് പോലെ. അത് തന്നെ. ഇതിനെയാണ് ദാദാഭായ് നവറോജിയെ പോലുള്ളവർ സമ്പത്തിന്റെ ചോർച്ച, അതായത് ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് എന്ന് വിശേഷിപ്പിച്ചത്. ഈ സാമ്പത്തിക ചൂഷണമെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്?
അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തായിരുന്നു? വളരെ പരിതാപകരമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ് നടന്നത് 1881-ലാണ്. അതിനുശേഷമുള്ള കണക്കുകൾ പ്രകാരം സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. 16%? അതെ, സ്ത്രീകളുടെ കാര്യത്തിൽ അത് വെറും 7%. പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ തീരെയില്ലായിരുന്നു. അതുകൊണ്ട് ജലത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന രോഗങ്ങൾ വളരെ സാധാരണമായിരുന്നു. മരണനിരക്കിന്റെ കണക്കുകൾ ഭയാനകമായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ശിശുമരണനിരക്ക്, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, 1000 ജനനങ്ങൾക്ക് 218 ആയിരുന്നു. 218? അതെ, ഇന്നത് 30-ൽ താഴെയാണെന്ന് ഓർക്കണം. ശരാശരി ആയുർദൈർഘ്യം വെറും 44 വയസ്സായിരുന്നു. ഇന്നത് ഏകദേശം 70 ആണ്. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അക്കാലത്തെ ജീവിതത്തിന്റെ ദുരിതം നമുക്ക് ഊഹിക്കാം. ജനസംഖ്യാ വളർച്ചയുടെ കാര്യത്തിൽ 1921-നെ മഹത്തായ വിഭജനത്തിന്റെ വർഷം, ഇയർ ഓഫ് ദി ഗ്രേറ്റ് ഡിവൈഡ് എന്ന് വിളിക്കുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ താരതമ്യേന വേഗത്തിൽ വളരാൻ തുടങ്ങിയത്. ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം. ബ്രിട്ടീഷുകാർ റെയിൽവേ കൊണ്ടുവന്നത് ഇന്ത്യക്കൊരു മുതൽക്കൂട്ടായില്ലേ? ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏക നല്ല വശം അതാണെന്ന് പലരും വാദിക്കാറുണ്ടല്ലോ. ഇതൊരു വിമർശനാത്മകമായ ഉത്തരം എഴുതേണ്ട ചോദ്യമാണ്. റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, തപാൽ, ടെലിഗ്രാഫ് ഇതെല്ലാം ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുക എന്നതായിരുന്നില്ല. അപ്പൊ പിന്നെ എന്തായിരുന്നു ലക്ഷ്യം? പ്രധാനമായും 3 കൊളോണിയൽ താൽപ്പര്യങ്ങൾ. 1. പട്ടാളത്തെ രാജ്യത്തിന്റെ ഏത് കോണിലേക്കും വേഗത്തിലെത്തിച്ച് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുക. ശരി. 2. ഉൾനാടുകളിൽ നിന്ന് പരുത്തി പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുക. 3. ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ച് കച്ചവടം കൂട്ടുക. തീർച്ചയായും. റെയിൽവേ ആളുകളെ ഒരുമിപ്പിച്ചു, ദീർഘദൂര യാത്ര എളുപ്പമാക്കി, അതൊക്കെ ഉണ്ടായി. പക്ഷെ അത് അവരുടെ ലക്ഷ്യത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരുന്നു. റെയിൽവേയുടെ വരവ് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ തകർത്തു. അപ്പോ സാമൂഹിക നേട്ടങ്ങളെക്കാൾ സാമ്പത്തിക നഷ്ടമാണ് അതുണ്ടാക്കിയത്. അതെ, അത് ഇന്ത്യക്കുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരുന്നു. കൊള്ളാം. ഇപ്പോൾ ഏകദേശം എല്ലാ മേഖലകളെക്കുറിച്ചും ഒരു വ്യക്തമായ ചിത്രം കിട്ടി. ഇനി ഒരു അവസാന നിമിഷത്തെ റിവിഷൻ പോലെ നാളത്തെ പരീക്ഷയ്ക്ക് നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു 5 പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒരു ലൈറ്റ്നിംഗ് റൗണ്ട് പോലെ പറയാമോ? തീർച്ചയായും. ഈ 5 ആശയങ്ങൾ ഓർത്തുവെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1. മുരടിച്ച സമ്പദ്വ്യവസ്ഥ, അതായത് സ്റ്റാഗ്നന്റ് ഇക്കോണമി, വളരെ താഴ്ന്ന സാമ്പത്തിക വളർച്ച. ഓക്കെ. 2. അവ്യാവസായികവൽക്കരണം, ഡീഇൻഡസ്ട്രിയലൈസേഷൻ, പരമ്പരാഗത കരകൗശല വ്യവസായങ്ങളുടെ ആസൂത്രിതമായ തകർച്ച. ശരി. 3. സമ്പത്തിന്റെ ചോർച്ച, ഡ്രെയിൻ ഓഫ് വെൽത്ത്. ഇന്ത്യയുടെ കയറ്റുമതി മിച്ചം ഇന്ത്യക്ക് പ്രയോജനപ്പെട്ടില്ല, പകരം ബ്രിട്ടനിലേക്ക് ചോർന്നുപോയി. 4. കാർഷിക മേഖലയിലെ മുരടിപ്പ്. ഇതിന് പ്രധാന കാരണം സെമീന്ദാരി സമ്പ്രദായം. ശരിയാണ്. 5. അടിസ്ഥാന സൗകര്യങ്ങളുടെ കൊളോണിയൽ ലക്ഷ്യം. റെയിൽവേ പോലുള്ളവ നിർമ്മിച്ചത് ബ്രിട്ടന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു, ഇന്ത്യയുടെ വികസനത്തിനല്ല. വളരെ വ്യക്തമായി. അവസാനമായി ഈ അധ്യായം പഠിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ഈ വിഷയം മൊത്തത്തിൽ മനസ്സിലാക്കാൻ എത്രത്തോളം പ്രധാനമാണ്? ഇത് അടിത്തറയാണ്. ഈ ചാപ്റ്റർ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള പാഠങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കൂ. കാരണം 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ മുരടിച്ചതും ചൂഷണം ചെയ്യപ്പെട്ടതുമായ ഒരു സമ്പദ്വ്യവസ്ഥയാണ്. വ്യാപകമായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കുറഞ്ഞ ഉൽപ്പാദനക്ഷമത ഇതൊക്കെയായിരുന്നു നമ്മുടെ മുന്നിലെ വലിയ വെല്ലുവിളികൾ. അപ്പോൾ നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ പഠിക്കാൻ പോകുന്നത് ഈ വെല്ലുവിളികളെ ഒരു പുതിയ രാജ്യം എങ്ങനെ നേരിട്ടുവെന്നതിനെക്കുറിച്ചാണല്ലേ? അതെ, അതുതന്നെ. പഞ്ചവത്സര പദ്ധതികളും മറ്റ് സാമ്പത്തിക നയങ്ങളുമെല്ലാം ഈ തകർന്ന സമ്പദ്വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായിരുന്നു. അപ്പോൾ 1947-ലെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യയുടെ തുടർന്നുള്ള സാമ്പത്തിക യാത്രയുടെ പ്രാധാന്യവും അതിലെ വിജയപരാജയങ്ങളും നിങ്ങൾക്ക് ശരിയായി വിലയിരുത്താൻ സാധിക്കൂ. അപ്പോൾ സ്വാതന്ത്ര്യലബ്ധിയുടെ തലേന്ന്
ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പൂർണ്ണ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് കരുതുന്നു. ഒരു പുതിയ രാഷ്ട്രത്തിന് മുന്നിലുണ്ടായിരുന്നത് വളരെ ദുഷ്കരമായൊരു തുടക്കമായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായി. അതെ, ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്തു എന്നതിൽ സംശയമില്ല. പക്ഷെ അവർ പോയപ്പോൾ അവർ ഉപേക്ഷിച്ചു പോയ ഈ സംവിധാനങ്ങൾ, റെയിൽവേ, നിയമവ്യവസ്ഥ, ഒരു ഏകീകൃത ഭരണ സംവിധാനം, അതെ, അതെല്ലാം ഒരു അനുഗ്രഹമായിരുന്നോ? അതോ ഭാവിയിലെ വെല്ലുവിളികൾക്ക് കാരണമായ ഒരു ശാപമായിരുന്നോ? ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. പാഠപുസ്തകത്തിലെ വസ്തുതകൾക്കപ്പുറം ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. അതെ, വളരെ നല്ലൊരു ചിന്ത. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. ആത്മവിശ്വാസത്തോടെ പോയി നന്നായി എഴുതുക.